ഇരുമ്പ് യുഗവും ആദ്യകാല ചരിത്രഘട്ടവും Iron Age and Early Historic Phase. നമുക്കിനി ഇരുമ്പ് യുഗത്തിലും ആദ്യകാല ചരിത്ര കാലഘട്ടത്തിലുമായി നടന്ന മനുഷ്യ അധിവാസ പ്രദേശങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചും സാംസ്കാരിക രൂപീകരണത്തെക്കുറിച്ചും പഠിക്കാം. അധിവാസ മീൻസ് ഹാബിറ്റേഷൻ, പ്രദേശങ്ങൾ ഏരിയാസ്. വ്യാപനത്തെക്കുറിച്ച് മീൻസ് ഡിസ്പെർഷൻ. So how the habitation of mankind spread through Kerala in Iron Age. ഏകദേശം 300 BCE മുതൽ 500 CE വരെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ പുരാവസ്തു തെളിവുകളും സാഹിത്യപരമായ തെളിവുകളും നമുക്കുണ്ട്. പുരാവസ്തു മീൻസ് ആർക്കിയോളജിക്കൽ തെളിവുകൾ, പ്രൂഫ്സ്, ആർക്കിയോളജിക്കൽ പ്രൂഫ്സ് ആൻഡ് ലിറ്റററി പ്രൂഫ്സ്. ശവസംസ്കാര സ്മാരകങ്ങളായിരുന്ന ശിലയറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ, കല്ലറകൾ, ശവമടക്ക് ഭരണികൾ, കാലുകളോടുകൂടിയ കളിമൺ ശവപ്പെട്ടി, വീരക്കല്ലുകൾ, വൃത്താകൃതിയിൽ നാട്ടിയ കല്ലുകൾ തുടങ്ങിയവയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന പുരാവസ്തു തെളിവുകൾ. ഈ സ്മാരകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രധാന ശവസംസ്കാര വസ്തുക്കൾ ചുവപ്പും കറുപ്പും കലർന്ന മൺപാത്രങ്ങൾ, ചുവപ്പ് പൂശിയ മൺപാത്രങ്ങൾ, തവിട്ട് നിറത്തിലുള്ള മൺപാത്രങ്ങൾ, കറുത്ത മൺപാത്രങ്ങൾ എന്നിവയാണ്. ഇരുമ്പ് വസ്തുക്കളായ കത്തി, വാൾ, അരിവാൾ, മുക്കാലിപീഠം, കുന്തമുന, അമ്പുമുന, തൃശൂലം, ഇരുമ്പ് വിളക്കുകൾ എന്നിവയും കൽമുത്തുകൾ, അസ്ഥികഷ്ണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാത്തരം ശവസംസ്കാര സ്മാരകങ്ങളെയും ചേർത്ത് പൊതുവെ മെഗാലിത്തുകൾ, വലിയ കല്ലുകൾ എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഇവയിൽ ഉൾപ്പെട്ട ഭരണികൾ, കാലുള്ള ശവപ്പെട്ടികൾ എന്നിവ കളിമണ്ണാൽ നിർമ്മിതവും ശിലയുമായി യാതൊരു ബന്ധവുമില്ലാത്തതുമാണ്. അതിനാൽ എല്ലാ ശവസംസ്കാര സ്മാരകങ്ങളും മഹാശിലാ സ്മാരകങ്ങളല്ല. ഇരുമ്പുപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയായതിനാൽ ഇതിനെ കേരള ചരിത്ര പഠനത്തിൽ ഇരുമ്പ് യുഗമെന്നുകൂടി വിളിക്കുന്നു. ആദ്യകാലത്ത് കേരളം തമിഴ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പാണ്ഡ്യന്മാർ, ചോളന്മാർ, ചേരന്മാരാണ് കേരളം ഭരിച്ചിരുന്നത്. കേരളത്തിലെ മഹാശിലകളുടെ കാലഗണന സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമില്ല. പൊർക്കളത്തും മങ്ങാടും നടത്തിയ ഉത്ഖനനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾക്ക് BCE 4 ഉം 3
നൂറ്റാണ്ടുകൾക്കും CE 1-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഒരു കാലഘട്ടം ചാർത്തപ്പെട്ടു. ഏറെക്കുറെ 500 BCEക്കും 500 CEക്കും ഇടയിലായിരുന്നു കേരളത്തിലെ മഹാശിലാകാലം എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. പൊതുവിൽ സംഘസാഹിത്യം എന്ന് വിളിക്കപ്പെടുന്ന ആദ്യകാല തമിഴ് പദ്യസമാഹാരമാണ് അടുത്ത പ്രധാനപ്പെട്ട ഉറവിട സാമഗ്രി. ഇതിന്റെ കാലഘട്ടം BCE 300-നും CE 500-നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. ആദ്യകാല ബ്രാഹ്മി ലിഖിതങ്ങൾ ഉദ്ദേശം 300 BCEയും 400 CEയും ഗ്രീക്കോ റോമൻ ഉത്കൃഷ്ട വിവരണങ്ങൾ CE 1-2 നൂറ്റാണ്ട് ഏകദേശം ഇതേ കാലത്തുള്ള മുദ്രാങ്കിത നാണയങ്ങളുടെയും റോമൻ നാണയങ്ങളുടെയും ശേഖരം എന്നിവയാണ് മറ്റു തെളിവുകൾ. ഈ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഉദ്ദേശം 300 BCEക്കും 500 CEക്കും ഇടയിലുള്ള കാലഘട്ടം പൊതുവെ കേരളത്തിലെ ഇരുമ്പ് യുഗമെന്നും ആദ്യകാല ചരിത്രഘട്ടമെന്നും കരുതപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ കേരളം വടക്ക് വെങ്കടത്തിനും തെക്ക് കന്യാകുമാരിക്കും ഇടയിലുള്ള ഒരു ഭാഷാ സാംസ്കാരിക മേഖലയായിരുന്ന തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. വർത്തമാനകാല കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം. ഉത്കൃഷ്ട വിവരണങ്ങൾ മീൻസ് description of importance. Mudrangida means minted. Srodasugal means source. Ega Abhiprayam means single opinion, unified opinion. Savisheshada means speciality. Asti Kashnangal means bone fragments. Kundamuna, spearhead, Ambumuna. What is that? Arrowhead. So I think that will do for today.